ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ടർ ടേബിളാണ്. വാട്ടർ ടേബിൾ. ഓക്കെ, സബ്സർഫസ് സോൺ, നമ്മുടെ വാട്ടറിൻ്റെ സബ്സർഫസ് സോണിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സോൺ ഓഫ് എയറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് വഡോ സോൺ. ഓക്കെ, സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ വഡോ സോൺ. രണ്ടാമത്തത് സോൺ ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, സോൺ ഓഫ് എയറേഷൻ, സോൺ ഓഫ് സാച്ചുറേഷൻ, അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സോൺ ഓഫ് എയറേഷൻ്റെ വേറൊരു പേര് വഡോ സോൺ. രണ്ടാമത്തത് സോൺ ഓഫ് സാച്ചുറേഷൻ. സോൺ ഓഫ് എയറേഷന് താഴെ കാണുന്നതാണ് സോൺ ഓഫ് സാച്ചുറേഷൻ. സോൺ ഓഫ് സാച്ചുറേഷൻ്റെ വേറൊരു പേരാണ് ഫെനറിറ്റിക് സോൺ. അങ്ങനെ രണ്ട് സോണുകളാണ് ഉള്ളത്. ഓക്കെ, ഈ സോൺ ഓഫ് എയറേഷനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സോയിൽ വാട്ടർ സോൺ, രണ്ട് ഇൻ്റർമീഡിയറ്റ് വഡോ സോൺ. ഓക്കെ, ഒന്ന് സോയിൽ വാട്ടർ സോൺ, രണ്ടാമത്തത് ഇൻ്റർമീഡിയറ്റ് വഡോ സോൺ, മൂന്നാമത്തത് ക്യാപ്പിലറി സോൺ. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു സബ്സർഫസ് സോൺ ഓഫ് വാട്ടർ അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ വഡോ സോൺ, രണ്ടാമത്തെ സോൺ ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ഫെനറിറ്റിക് സോൺ. ഈ സോൺ ഓഫ് എയറേഷനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഗ്രൗണ്ട് സർഫസിന് തൊട്ട് താഴെയുള്ളത് സോയിൽ വാട്ടർ സോൺ, അതിന് തൊട്ട് താഴെയുള്ളത് ഇൻ്റർമീഡിയറ്റ് വഡോ സോൺ, മൂന്നാമത്തത് ക്യാപ്പിലറി സോൺ. ഈ സോൺ ഓഫ് എയറേഷനും സോൺ ഓഫ് സാച്ചുറേഷനും ഇടയിലായിട്ട് വരുന്നതാണ്. സോൺ ഓഫ് എയറേഷനും സോൺ ഓഫ് സാച്ചുറേഷനും ഇടയിലായിട്ട് വരുന്നതാണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോൺ ഓഫ് എയറേഷനും സോൺ ഓഫ് സാച്ചുറേഷനും അല്ലെങ്കിൽ വഡോ സോണും ഫെനറിറ്റിക് സോണിനും ഇടയിലായിട്ട് വരുന്നതാണ് വാട്ടർ ടേബിൾ. ഓക്കെ, അപ്പോൾ ഇനി സോൺ ഓഫ് എയറേഷൻ. സോൺ ഓഫ് എയറേഷനിൽ കാണപ്പെടുന്ന വെള്ളത്തിന് അല്ലെങ്കിൽ വാട്ടറിനെ നമ്മൾ വഡോ സോൺ എന്നും, സോൺ ഓഫ് സാച്ചുറേഷനിൽ കാണപ്പെടുന്ന വെള്ളത്തിനെ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഫെനറിറ്റിക് സോൺ വാട്ടർ എന്നും പറയും. ഓക്കെ, അപ്പോൾ വഡോ സോണിൽ കാണുന്നത് അല്ലെങ്കിൽ സോൺ ഓഫ് എയറേഷനിൽ കാണുന്നത് വഡോസ് വാട്ടർ, ഫെനറിറ്റിക് സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് സാച്ചുറേഷനിൽ കാണപ്പെടുന്ന വാട്ടർ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫെനറിറ്റിക് വാട്ടർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ കാണപ്പെടുന്നത് എവിടെയാണ്? സോൺ ഓഫ് സാച്ചുറേഷനിലാണ്. ഗ്രൗണ്ട് വാട്ടർ കാണപ്പെടുന്നത് സോൺ ഓഫ് സാച്ചുറേഷനിലാണ്. സബ്സർഫസ് വാട്ടർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 മേജർ ഡിവിഷൻസ്. ഓക്കെ, സബ്സർഫസ് വാട്ടറിനെ 3 മേജർ ഡിവിഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതൊന്ന് സോൺ ഓഫ് എയറേഷൻ, സോൺ ഓഫ് എയറേഷൻ, രണ്ടാമത് സോൺ ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, സോൺ ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഗ്രൗണ്ട് നനഞ്ഞിട്ട്, നമ്മുടെ വാട്ടർ കൊണ്ട് നനഞ്ഞിട്ട് അവിടെ എന്താണ് വെള്ളം അങ്ങോട്ട് ട്രാവൽ ചെയ്യത്തില്ല. കാരണം അവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസ് എന്താണ് അവിടെ ഉള്ള ഗ്യാപ്പിലൊക്കെ എയർ കെയർ ചെയ്യുന്നിട്ട് എന്താണ് എയർ ഫില്ലായി അവിടുത്തെ ഇതുമായിട്ട് ഒരു മോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാക്കും. നമ്മുടെ ആ മണ്ണുമായിട്ട് മോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ വഡോ സോൺ എന്ന് അതിന് പേര് വരാൻ കാരണം. ഓക്കെ, സോൺ ഓഫ് എയറേഷൻ ഓർ വഡോ സോൺ എന്ന് അവിടെ പേര് വരാൻ കാരണം. ഓക്കെ, ആ സോണിൽ കൂടുതൽ വെള്ളം മോയ്സ്ചറായിട്ട് നിലനിൽക്കാതെ ബാക്കിയുള്ളതെല്ലാം പെർക്കുലേറ്റ് ചെയ്യും. പെർക്കുലേറ്റ് ചെയ്യുന്നത് താഴേക്ക് അരിച്ചിറങ്ങി പെർക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഡൗൺവേർഡ്സിലൊക്കെ പെർക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ അതിലുള്ള സെഡിമെൻറ്റ്സ്, ഓപ്പൺ സ്പേസിലൊക്കെ ഉള്ള സെഡിമെൻറ്റ്സ്, റോക്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, അവിടെയുള്ള സെഡിമെൻറ്റ്സും റോക്സിലൊക്കെ വെള്ളം എന്താണ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് നിൽക്കും. അപ്പോൾ ആ ഒരു സോണാണ് സോൺ ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, ഈ സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ വഡോ സോണിൽ നിന്നുള്ള വെള്ളം താഴേക്ക് പെർക്കുലേറ്റ് ചെയ്യും. അവിടുത്തെ സെഡിമെൻറ്റ്സിലും അതേപോലെ പാറകളിലുമായിട്ട് അത് ഫില്ല് ചെയ്ത് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു സോണിനെ നമ്മൾ സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെനറിറ്റിക് സോൺ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഫെനറിറ്റിക് സോൺ എന്നും പറയുന്നുണ്ട്. ഈ സോൺ ഓഫ് വാട്ടർ ഇൻ ദ സോൺ ഓഫ് സാച്ചുറേഷൻ ഈസ് കാൾഡ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, സോൺ ഓഫ് സാച്ചുറേഷനിൽ കാണപ്പെടുന്ന വാട്ടറിനെയാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്രൗണ്ട് വാട്ടർ കാണപ്പെടുന്ന സോൺ ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ഫെനറിറ്റിക് സോണിന് തൊട്ട് മേളിലുള്ള അപ്പർ ലിമിറ്റ്. ഓക്കെ, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ കാണപ്പെടുന്ന സോൺ ഓഫ് സാച്ചുറേഷൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ളതാണ് വാട്ടർ ടേബിൾ. ഓക്കെ, അപ്പോൾ സോൺ ഓഫ് എയറേഷന് സോൺ ഓഫ് സാച്ചുറേഷനും ഇടയിലായിട്ട് അല്ലെങ്കിൽ സോൺ ഓഫ് സാച്ചുറേഷൻ്റെ അപ്പർ ലിമിറ്റായിട്ട് കാണപ്പെടുന്നതാണ് വാട്ടർ ടേബിൾ. ഈ വാട്ടർ ടേബിൾ ഈ സോൺ ഓഫ് എയറേഷനെ അല്ലെങ്കിൽ വഡോ സോണിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തിരിക്കും. അത് നമ്മൾ പറഞ്ഞു, സോയിൽ വാട്ടർ സോണുണ്ട്, ഇൻ്റർമീഡിയറ്റ് വഡോ സോണുണ്ട്, ക്യാപ്പിലറി സോണുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ഫ്രം ഗ്രൗണ്ട് സർഫസ് ഡൗൺ ത്രൂ ദ മേജർ റൂട്ട് സോൺ. ഓക്കെ, റൂട്ട് സോൺ വരെ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സോണാണ് സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, തിക്നെസ് ഓഫ് ദ സോൺ വേരീസ് വിത്ത് സോയിൽ ടൈപ്പ് ആൻഡ് വെജിറ്റേഷൻ. ഓക്കെ, വെജിറ്റേഷൻ, അവിടുത്തെ കൃഷി ഇനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ വെജിറ്റേഷൻ എങ്ങനെയാണ്, അവിടുത്തെ സോയിൽ ടൈപ്പ് എങ്ങനെയാണ്, അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ആ സോണിൻ്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, സോഴ്സ് ഓഫ് ദ ഫിലിം ഓഫ് വാട്ടർ ഈസ് ഇൻ ദ സോൺ ഫ്രം എയർ മോയ്സ്ചർ. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഇവിടെ ഫിലിം ഓഫ് വാട്ടർ ഒരു ഫിലിം പോലെ ഒരു തിൻ ഫിലിമായിട്ടാണ് കാണപ്പെടുന്നത്. ആ സോണിൽ അങ്ങനെ എന്താണ് വാട്ടർ തിൻ ഫിലിം പോലെ കാണപ്പെടാനുള്ള കാരണം എന്താണ്? എയർ മോയ്സ്ചറാണ്. ഓക്കെ, ക്ലൈമറ്റ് പ്രിവെയിലിങ്ങിനനുസരിച്ച് ഇത് വ്യത്യാസവും വരുന്നുണ്ട്. ഓക്കെ, ഈ തിൻ ഫിലിം ഓഫ് മോയ്സ്ചറിന് പറയുന്നത് അല്ലെങ്കിൽ തിൻ ഫിലിം ഓഫ് എയർ നമ്മുടെ വാട്ടർ മോയ്സ്ചറിനെ പറയുന്നത് ഒരു പേരാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഓക്കെ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ശ്രദ്ധിച്ചോളാം ഈ വാക്ക്, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഓക്കെ, നമ്മുടെ സോയിൽ വാട്ടർ സോണിൽ തിൻ ഫിലിം ഓഫ് മോയ്സ്ചറായിട്ട് കാണപ്പെടുന്നത് എന്താണ്? ഹൈഗ്രോസ്കോപ്പിക് വാട്ടറാണ്. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പം കോഴ്സ് ഗ്രെയിൻഡ് മെറ്റീരിയൽസ്, കോഴ്സ് ആയിട്ടുള്ള ഗ്രെയിൻഡ് മെറ്റീരിയൽസ് അവിടെ ഉണ്ടെങ്കിൽ, സോയിലിൽ ഉണ്ടെങ്കിൽ അവിടെ എന്താ അഡീഷണൽ വാട്ടർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് റിങ്സ് പോലെ അവിടെ വാട്ടർ കാണപ്പെടും. എവിടെയാണ്? നമ്മുടെ കോഴ്സ് ഗ്രെയിൻഡ് മെറ്റീരിയൽ ഉള്ള മണ്ണിൽ. അതുപോലെ അതിനെ നമ്മുടെ ഈ ഗ്രെയിൻസുമായിട്ട് ചുറ്റിപ്പറ്റി സറൗണ്ടിങ് കോണ്ടാക്റ്റ്. ഓക്കെ, നമ്മുടെ ഗ്രെയിൻസിൻ്റെ കോണ്ടാക്റ്റിലായിട്ട് സറൗണ്ടിങ് ആയിട്ട് നമ്മുടെ ഒരു ലിക്വിഡ് റിങ് പോലെ അവിടെ അഡീഷണൽ വാട്ടർ കാണപ്പെടും. എന്താണ്? അവിടെ കോഴ്സ് ഗ്രെയിൻഡ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വാട്ടറിനെ ക്യാപ്പിലറി വാട്ടർ എന്നും പറയും. ഓക്കെ, ഈ ഒരു വാട്ടറിനെ ക്യാപ്പിലറി വാട്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾക്കിവിടെ 2 ഇമ്പോർട്ടൻറ്റ് വാക്കുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറും രണ്ടാമത്തെ ക്യാപ്പിലറി വാട്ടറും. ഓക്കെ, തിൻ ഫിലിം ഓഫ് മോയ്സ്ചറൈസ് കാണപ്പെടുന്നത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഗ്രെയിൻഡ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അവിടെ ലിക്വിഡ് റിങ്സ് പോലെ കാണപ്പെടുന്ന വാട്ടർ, അഡീഷണൽ വാട്ടറിനെ ക്യാപ്പിലറി വാട്ടർ എന്നും വിളിക്കും. Intermediate water zone extends from lower edge of soil water zone to upper limit of capillary zone. എന്ന് വെച്ചാൽ ക്യാപ്പിലറി സോണിൻ്റെ അപ്പർ ലിമിറ്റായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സോയിൽ വാട്ടർ സോണിൻ്റെ ലോവർ ലിമിറ്റായിട്ടും കാണപ്പെടുന്ന ഒരു സോണാണ് ഇൻ്റർമീഡിയറ്റ് വഡോ സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ വാട്ടർ സോണിൻ്റെ ക്യാപ്പിലറി സോണിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് വഡോ സോൺ കാണപ്പെടുന്നത്. ഇതിൻ്റെ തിക്നെസ് 9 മീറ്റർ ടു 100 മീറ്റർ വരെ വരും. ഓക്കെ, 9 മീറ്ററും 100 മീറ്ററിനും ഇടയിലാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് വഡോ സോൺ കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ സോണിലും ഹൈഗ്രോസ്കോപ്പിക് വാട്ടറായിട്ടും ക്യാപ്പിലറി റിങ്സുമായിട്ടൊക്കെയാണ് നമ്മുടെ വെള്ളം കാണപ്പെടുന്നത്. ഓക്കെ, മൂന്നാമത്തെന്ന് പറയുമ്പോൾ ക്യാപ്പിലറി സോൺ. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് വഡോ സോണിൻ്റെ താഴെയായിട്ടും വാട്ടർ ടേബിളിന് തൊട്ട് മുകളിലുമായിട്ട് കാണപ്പെടുന്ന സോണിനെയാണ് ക്യാപ്പിലറി സോൺ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടറിൻ്റെ ക്യാപ്പിലറി സോൺ അല്ലെങ്കിൽ ക്യാപ്പിലറി ഫ്രിഞ്ച് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ക്യാപ്പിലറി സോണ് തൊട്ട് നമ്മുടെ സോൺ ഓഫ് സാച്ചുറേഷന് തൊട്ട് മുകളിലാണ്. അപ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ഈ ക്യാപ്പിലറി സോണിൽ അല്ലെങ്കിൽ ക്യാപ്പിലറി ഫ്രിഞ്ചിലേക്ക് റൈസ് ചെയ്ത് വരാറുണ്ട്, പൊങ്ങി വരാറുണ്ട്. എങ്ങനെയാണ്? അവിടുത്തെ സർഫസ് ടെൻഷണൽ ഫോഴ്സ് കാരണം ക്യാപ്പിലറി ആക്ഷൻ്റെ ഫലമായിട്ട് അവിടുത്തെ താഴത്തെ ഗ്രൗണ്ട് വാട്ടർ മുകളിലുള്ള ക്യാപ്പിലറി സോണിലേക്ക് പൊങ്ങി വരാറുണ്ട്. ഓക്കെ, ഇത് ദ റൈസ് വിൽ ബി മോർ ഇൻ ഫൈൻ ഗ്രൈൻഡ് സോയിൽ വെൻ കമ്പയർ ടു കോഴ്സ് ഗ്രൈൻഡ് സോയിൽ. ഓക്കെ, കോഴ്സ് ഗ്രൈൻഡ് സോയിൽ നമ്മൾ നല്ല വലിയ കനമുള്ള കോഴ്സ് ഗ്രൈൻഡ് നെക്കാട്ടിയും ഫൈനായിട്ടുള്ള തരിതരിയായിട്ടുള്ള ഫൈനായിട്ടുള്ള ഗ്രൈൻഡ് സോയിലായിരിക്കും ഈ ഒരു ക്യാപ്പിലറി ആക്ഷൻ നമ്മൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. വാട്ടർ ടേബിൾ. ഓക്കെ, വാട്ടർ ടേബിൾ ഇറ്റ് ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് സോൺ ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, സോൺ ഓഫ് സാച്ചുറേഷൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടാണ് വാട്ടർ ടേബിൾ കാണുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ജനറലി കർവ്ഡ് സർഫസ്, നമ്മൾ ചെറിയ വളവുള്ള സർഫസ് ബിലോ ദ ഗ്രൗണ്ട് അറ്റ് വിച്ച് വഡോ സോൺ എൻഡ്സ് ആൻഡ് സാച്ചുറേഷൻ സോൺസ് ബിഗിൻസ്. ഓക്കെ, വഡോ സോൺസ് തീരുന്ന അല്ലെങ്കിൽ നമ്മുടെ സോൺ ഓഫ് എയറേഷൻ കഴിയുന്നിടത്തുനിന്ന് സോൺ ഓഫ് സാച്ചുറേഷൻ ബിഗിൻ ചെയ്യുന്ന ഇടയിലായിട്ടുള്ള ജനറലി കർവ് ചെറുതായിട്ട് വളവുള്ള സർഫസിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ടേബിൾ ഫോളോസ് സർഫസ് ടോപ്പോഗ്രാഫി. ഓക്കെ, നമ്മുടെ വാട്ടർ ടേബിൾ സർഫസ് ടോപ്പോഗ്രാഫി, നമ്മുടെ സർഫസിലെ ടോപ്പോഗ്രാഫിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ അവർ വാട്ടർ ടേബിൾ മീറ്റ്സ് ദ സർഫസ് ഓഫ് ലാൻഡ് എ സ്പ്രിങ് ഈസ് ഫോംഡ്. ഓക്കെ, നമ്മുടെ വാട്ടർ ടേബിൾ നമ്മുടെ നോർമൽ സർഫസ് നമ്മുടെ മുകളിലുണ്ടല്ലോ, നമ്മുടെ ഗ്രൗണ്ടിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പ്രിങ് ഉണ്ടാകും. അവിടെ നമ്മളിപ്പം ഊറ്റ് വരും എന്നൊക്കെ പറയില്ലേ, ഊറ്റുകൾ നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ നമ്മുടെ റോഡിൻ്റെ സൈഡിലും അല്ലെങ്കിൽ ഈ നമ്മുടെ മലയുടെയൊക്കെ സൈഡിൽ അല്ലെങ്കിൽ നമുക്ക് കാണാറുണ്ട് വെള്ളം ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഉറവ പോലെ ഇറങ്ങി വരുന്നത് ഊറ്റെന്നൊക്കെ പറയാറുണ്ട് ഇവിടെ. അപ്പം ആ ഒരു സാധനം സ്പ്രിങ് അല്ലെങ്കിൽ അരുവി പോലെ വരുന്ന ഊറ്റ് പോലെ വരുന്ന അതിനെയാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പ്രിങ് പോലെ വരാറുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഇത് ഒരു മലയാണ്, ഇത് താഴെ ഇങ്ങനെ താഴ്വാരമുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വാട്ടർ ടേബിൾ ഇതാ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ വാട്ടർ ടേബിൾ മുകളിൽ സോൺ ഓഫ് എയറേഷൻ ഉണ്ട്, ഇവിടെ താഴെ സോൺ ഓഫ് സാച്ചുറേഷൻ ഉണ്ട്. ഓക്കെ, മുകളിൽ കൂടെ ഇത് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന്
ഗ്രൗണ്ട് വാട്ടർ അല്ല നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ അല്ല നമ്മുടെ വാട്ടർ ടേബിൾ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ ഇത് ഗ്രൗണ്ടുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഗ്രൗണ്ടുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊരു വെള്ളം ഉറവ പോലെ വരും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഊറ്റുന്ന സ്പ്രിങ് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് സംഭവം. ഓക്കെ. The depth of the water table represents the balance between rate of infiltration, recharge and rate of discharge at a particular location. ഓക്കെ, എന്താ ഈ ഡെപ്ത് ഓഫ് ദ വാട്ടർ ടേബിൾ, ഈ ഇതിൻ്റെ ഡെപ്ത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം റീചാർജ് ചെയ്യുന്നത്, ഇൻഫിൽട്രേറ്റ് ചെയ്ത് അരിച്ചിറങ്ങുന്നതും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് പുറത്തേക്ക് വെള്ളമായിട്ട് ധാരയായിട്ട് പോകുന്നതിൻ്റെ ബാലൻസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ വാട്ടർ ടേബിളിൻ്റെ ഡെപ്ത്ത് ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിസ്ചാർജ് അറ്റ് എ പർട്ടിക്കുലർ ഓക്കെ വാട്ടർ ഫൗണ്ട് ബിലോ ദ വാട്ടർ ടേബിൾ ഈസ് ഗ്രൗണ്ട് വാട്ടർ. വാട്ടർ ടേബിളിന് താഴെ കാണുന്നത് എന്തായാലും അത് ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഗ്രൗണ്ട് വാട്ടർ റിഫേഴ്സ് ടു ദ വാട്ടർ ഓക്കുപ്പൈങ് ആൾ വോയിഡ് വിത്തിൻ എ ജിയോളജിക്കൽ സ്ട്രാറ്റം ബിലോ എ വാട്ടർ ടേബിൾ. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ജിയോളജിക്കൽ സ്ട്രാറ്റത്തിൽ ആൾ വോയിഡ്സിൽ വെള്ളം ഓക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ടേബിളിന് താഴെ ആയിരിക്കും അത്. ആൻഡ് അക്വിഫർ ഈസ് എ റോക്കി ബോഡി ദാറ്റ് ക്യാൻ സ്റ്റോർ ആൻഡ് ട്രാൻസ്മിറ്റ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അക്വിഫർ എന്ന് പറയുന്നത് റോക്ക് ബോഡിയാണ്. ഓക്കെ, അക്വിഫർ എന്ന് പറയുന്നത് റോക്ക് ബോഡിയാണ്. അത് നമ്മുടെ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. എന്ത്, നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെ സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അക്വ മീൻസ് വാട്ടർ. ഓക്കെ, നമുക്ക് അക്വ എന്താണെന്ന് അറിയാം. അക്വ അതിൻ്റെ മീൻസ് വാട്ടർ. നമ്മൾ മിനറൽ വാട്ടറിലൊക്കെ കണ്ടിട്ടുണ്ട്. വാട്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഫുർ എന്ന് പറയുന്നത്, അക്വിഫറിൻ്റെ ഫുർ എന്ന് പറയുന്നത് ക്യാരി. അപ്പോൾ നമുക്ക് വാട്ടറിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് അക്വിഫർ. അങ്ങനെയാണ് ഒരു വാക്കിൻ്റെ വാക്ക് വന്നിട്ടുള്ളത്. ആൻഡ് അക്വിഫർ ഈസ് ഡിഫൈൻ ദ ഫോർമേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് സഫിഷ്യൻറ്റ് സാച്ചുറേഷൻ പെർമിയബിൾ മെറ്റീരിയൽസ് ഈൽഡ് സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു വെൽ ഓർ സ്പ്രിങ്. ഓക്കെ, വെല്ല് നമ്മുടെ കിണറ്റിലേക്കും സ്പ്രിങ് അല്ലെങ്കിൽ അരുവിയിലേക്കും ഒക്കെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള വെള്ളം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എന്താണ് സാച്ചുറേറ്റഡ് പെർമിയബിൾ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സഫിഷ്യൻ്റ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് പെർമിയബിൾ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ അക്വിഫർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഫോർമേഷൻസിനെയാണ് അക്വിഫർ എന്ന് പറയുന്നത്.